ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കുക. വെള്ളം ഒന്ന് ചൂടായി വരണം. തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരി കഴുകിയത് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നതേ പോലെ തന്നെയാണ്. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് കഴുകിയിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കിത് ചെറിയ അരിയിലോ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരിയിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സാധാരണ ചോറ് വെക്കണ അരി പറഞ്ഞാൽ വെള്ള അരിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഏത് അരിയായാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ചെറിയ അരി ആണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഇതേ സമയം തന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 5 അല്ലി ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കഞ്ഞി വേവിച്ച സമയം തന്നെ മഞ്ഞൾ അതിൽ ചേർത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ അരപ്പിൽ ചേർത്താലും മതി. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഈ സമയം തന്നെ നമ്മുടെ കഞ്ഞി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പോലെ വേവണം കേട്ടോ കഞ്ഞി, എന്നാലേ നമ്മൾ കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ആവശ്യമുള്ളത് കാരണം തന്നെ മിക്സിയുടെ ആ ഒരു ജാറിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഇതാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഈ ഒരു പാകത്തിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒന്ന് തിളച്ച് കിട്ടണം. തേങ്ങ അരച്ച് ആ ഒരു അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തീയൊന്ന് കത്തിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ഉള്ളി താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. നെയ്യിൽ വേണം നമ്മൾ താളിച്ചൊഴിക്കാൻ കേട്ടോ. നല്ല ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് വളരെ കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക, ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി കൂടുതൽ പണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഉള്ളി താളിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 4 ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടും കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ജീര കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്നും പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചേഞ്ചിനൊക്കെ വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജീര കഞ്ഞിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വെള്ളമാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് വെള്ളം വെക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് തിളക്കാനായിട്ടൊന്ന് അടച്ചു വെക്കുക. വെള്ളം തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത പാടെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. അതുപോലെ വറുക്കാത്ത റവയായാലും വറുത്ത റവയായാലും കുഴപ്പമില്ല. റവ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് സേമിയയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വെക്കുന്ന വെള്ളത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഒരു 6 ഗ്ലാസ് വെള്ളമാണ് നിങ്ങൾ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ റവയും സേമിയയും കൂടെ ഒരു 1.5 ഗ്ലാസ് മതിയാവും കേട്ടോ. അതന്നെ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു കണക്കിന് വെക്കുക. വെള്ളം എത്രത്തോളം വെക്കുന്നതനുസരിച്ചിട്ട് വേണം നിങ്ങൾ റവയും സേമിയയും കൂടെ ചേർക്കാനായിട്ട്. ഇനി നിങ്ങൾ ഫ്ലേവറിനനുസരിച്ചിട്ട് 2-3 ഏലക്കയും കൂടെ ഒന്ന് കുത്തിയിട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിതിന് തരി കാച്ചുക എന്നാണ് പറയട്ടെ. അപ്പോൾ നമ്മൾ കാച്ചിയിട്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ വെറുതെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കല്ല ചെയ്യുന്നത്. നമ്മൾ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കാച്ചി എടുത്തിട്ട് തന്നെയാണ് ഇത് വേവിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു മധുരം കിട്ടുകയുള്ളൂ. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിക്കാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ ലാസ്റ്റാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം.
ഇനി അത് ഒരുപാട് സമയം നമ്മൾ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. നെയ്യ് തന്നെ നിങ്ങൾ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തിട്ട് ആണ് നമ്മളിത് താളിച്ചിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി ആദ്യം മൂപ്പിച്ചെടുക്കുക വേണം, പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ താളിച്ചിട്ടെടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഉള്ളിയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തരിയിലേക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസാക്കിയിട്ട് വെക്കുക. നമ്മൾ കുടിക്കുന്ന സമയമാകുമ്പോഴേക്കും കുറച്ചും കൂടെ കട്ടിയായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ അത് നോക്കിയിട്ട് ആ ഒരു പാകമൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.